നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി പരിശോധന നടത്തും. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സൊസൈറ്റിയുടെ സേവനം ഉപയോഗിക്കാൻ തീരുമാനമായി. ചന്ദ്രിക ദിനപത്രത്തിന്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനത്തിൽ നിന്ന് CPM നേതാവ് G. സുധാകരൻ പിന്മാറി. CPM വേദികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിനിടെ G. സുധാകരന്റെ വീട്ടിൽ വെച്ച് നടത്താനിരുന്ന പരിപാടിയിൽ നിന്ന് അവസാന നിമിഷമാണ് പിന്മാറ്റം. ഭൂമി തരംമാറ്റ ഇനത്തിൽ സർക്കാരിന് ലഭിച്ച 1500 കോടിയിലധികം രൂപ പൂർണ്ണമായും കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് കൈമാറണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. 25% തുക 4 മാസത്തിനുള്ളിൽ മാറ്റണമെന്നും അവശേഷിക്കുന്ന 75% തുക 1 വർഷത്തിനകം 3 ഗഡുക്കളായി മാറ്റണമെന്നും ഉത്തരവിൽ പറയും. CPM ഒറ്റപ്പാലം ഏരിയ സമ്മേളന വേദിയിൽ അപ്രതീക്ഷിത അതിഥിയായി എത്തി P. സരിൻ. പാലപ്പുറത്ത് തുടങ്ങിയ പ്രതിനിധി സമ്മേളന വേദിയിലേക്കാണ് P. സരിൻ എത്തിയത്. തെലങ്കാനയിൽ 7 മാവോയിസ്റ്റുകൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. തെലങ്കാനയിലെ മുളകു ജില്ലയിലെ ചൽപാക്ക് വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. പിഞ്ചാർ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ചുഴലിക്കാറ്റ് ഇപ്പോൾ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. ചെന്നൈയിൽ മഴക്കെടുതിയിൽ 3 പേർ മരിച്ചതായാണ് വിവരം. കൊള്ളപ്പലിശ കേസിൽ ഗുണ്ടാസ് സംഘവുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് ആം ആദ്മി പാർട്ടി MLA ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. AAP MLA നരേഷ് ബല്യനെ ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത്. ലോകരാജ്യങ്ങൾക്ക് ഒരു സംശയവും വേണ്ടെന്നും തങ്ങളുടെ പിന്തുണ റഷ്യയ്ക്ക് തന്നെയെന്നും പ്രഖ്യാപിച്ച ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ രംഗത്തെത്തി. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് പൂർണ്ണമായ പിന്തുണയെന്നും കിം ജോങ് ഉൻ ആവർത്തിച്ചു. FBI ഡയറക്ടർ സ്ഥാനത്തേക്ക് ഇന്ത്യൻ അമേരിക്കൻ വംശജനായ കാഷ് പട്ടേലിനെ നാമനിർദ്ദേശം ചെയ്ത് ഡൊണാൾഡ് ട്രംപ്. സമർത്ഥനായ അഭിഭാഷകനും നിരീക്ഷകനും അമേരിക്ക ഫസ്റ്റ് പോരാളിയുമാണ് പട്ടേൽ എന്ന് തന്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് പറയും. ഇന്ത്യക്കെതിരായ സന്നാഹ ക്രിക്കറ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റേഴ്സ് 11 ബാറ്റിംഗ് തകർച്ച. ദ്വിദിന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ആതിഥേയർക്ക് 5 ഓവർ പൂർത്തിയാകും മുൻപ് തന്നെ 22 റൺ എടുക്കുന്നതിനിടെ 2 വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞു. മോർണിംഗ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.